ഇന്ന് ഞങ്ങളുടെ കോളേജായിട്ടുള്ള ബദരിയ ബി.എഡ് കോളേജിൽ പുതിയൊരു ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. പുതിയൊരു ഇനിഷ്യേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ സീനിയേഴ്സ് മുന്നേ നിർത്തി വെച്ചിരുന്നൊരു കാര്യം ഞങ്ങളിന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ശരിക്കും ഇത് ഞങ്ങളുടെ ഐഡിയ അല്ല കേട്ടോ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ അസോസിയേഷൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് അനിഷ മിസ്സാണ് ഇങ്ങനൊരു ഐഡിയ മുന്നോട്ട് വെച്ചത്. എന്നാൽ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ഒത്തുപിടിച്ചാലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ അതങ്ങ് ഏറ്റെടുത്തു. നിലവിലുള്ളൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസത്തിൻ്റെയും അവസാനത്തെ വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഫുഡ് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഒരു നല്ല കാര്യം ചെയ്യുമ്പം എന്തിനാണ് ഇതിങ്ങനെ വിളിച്ചുപോയി എല്ലാവരും അറിയിക്കുന്നതെന്നുള്ളത്. പക്ഷെ ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ടെന്ന് പറയുന്ന പോലെ രണ്ടാമത്തെ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഫുഡ് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അച്ഛന്മാർക്കും അമ്മമാർക്കും ഒരു നേരത്തെ ആഹാരം ആവുമല്ലോ. ഏതായാലും എനിക്കിങ്ങനെ പോകാൻ വലിയ അവസരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മിസ്സുമാരുടെ പെർമിഷൻ കിട്ടിയപ്പോൾ ഞാൻ ഇവരുടെ കൂടെ കൂടി. എനിക്ക് ഇവിടെ എത്തിയപ്പോഴാണ് ഇത്രയും ആവശ്യക്കാർ ഇവിടെ ഫുഡിന് വേണ്ടി ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത്. എൻ്റെ വിചാരം നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ആൾക്കാരെ തേടി പിടിച്ച് കൊണ്ട് കൊടുക്കണം എന്നൊക്കെ ഉള്ളതായിരുന്നു. ഏതായാലും അടുത്ത വട്ടം വരുമ്പം ഒരു പൊതിയെങ്കിൽ ഒരു പൊതി അധികം കൊണ്ടുവരാൻ പറ്റട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ് തിരിച്ചു മടങ്ങിയത്. പിന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പലും ടീച്ചേഴ്സും ഒക്കെ അത്രയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഈ പൊതി ഇവിടെ എത്തിക്കാൻ പറ്റിയത്. അടുത്ത മാസവും ഇതുപോലൊരു വെള്ളിയാഴ്ച വീണ്ടും തിരിച്ചു വരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്കും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോവുക. ആവശ്യക്കാർ ഒരുപാട് അവിടെ ഉണ്ട്. ഞാൻ ചെന്നപ്പോഴാണ് എനിക്ക് ആ ഒരു സത്യം മനസ്സിലായത്. ചെയ്യുന്നവർ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.